ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ രണ്ടാമത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പോയി. അപ്പം ഇന്ന് എന്താവുമെന്ന് അറിയില്ല. വലിയ വള്ളി കേസൊന്നും ഇല്ലാണ്ടങ്ങ് രക്ഷപ്പെട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. ഞാനൊരു 5 o'clock ആകുമ്പോൾ എണീറ്റ് ഇനിയിപ്പം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി ഇനി അയണൊക്കെ ചെയ്യാനുണ്ട്. ഫുഡ് കഴിച്ചു. ഇനി ഒരു 7 o'clock ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. 7:30 ഡ്യൂട്ടി എന്ന് പറയുന്നത്. 7:30 to 7:30 ആണ്. അപ്പം 12 hour ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തെ നൈറ്റ് ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു പകുതി ചത്തിട്ടാണ് ഇറങ്ങി. അപ്പോൾ ഈ മാസത്തെ നൈറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ പോകാനുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ 5 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ പോകണമെങ്കിൽ തന്നെ അരമണിക്കൂർ ചാടി പിടിച്ചെത്തണം. അതുമാതിരി ബ്ലോക്കാണ് ഇവിടെ. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ടാണ്. ഞാനങ്ങനെ വീഡിയോ ഒന്നും ഇടലില്ല. ഒന്നാമത് ടൈമില്ല, പിന്നെ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പം കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകും. അപ്പോൾ നമ്മുടെ കിച്ചൺ ഇതാണ്. ഞാനിപ്പം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയിലേക്കുള്ള. അപ്പം അതൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ എന്താ, ചോറ് അവിടെ പോയിട്ടാണ് കഴിക്കുക. ഒരു 10 മണി 11 മണി ആകുമ്പോൾ കഴിക്കും. ഇല്ലെങ്കിൽ ഇപ്പോഴേ കഴിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്ക് വിശന്ന് പോകും. അപ്പോൾ അതാണ് ഗൈസ്. ഇനി നമ്മൾ അടുത്ത പരിപാടി ആണെങ്കിൽ കറി ഉണ്ടാക്കലാണ് കേട്ടോ. കറി ഉണ്ടാക്കാൻ ഇന്ന് വലുതായിട്ട് കറിയൊന്നുമില്ല. എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. ഒരു ചെറിയൊരു ഉള്ളിയും ഒരു ചെറിയൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും പിന്നെ ഒരു ഓംലേറ്റും കേടും മച്ചാനത് പോരാടുക. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ അയൺ ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ക്രബ് എന്ന് പറയുന്നത്. ഇതൊക്കെ അയൺ ചെയ്തിട്ട് പിന്നെ മെയിനായിട്ട് ഞാൻ യൂണിഫോമാണ് അയൺ ചെയ്യാറ്. ബാക്കിയൊന്നും അങ്ങനെ അയൺ ചെയ്യില്ല. പിന്നെ ഒരു സ്ക്രബ് ചിലപ്പോൾ 2 ദിവസമൊക്കെ ഞാൻ ഒപ്പിക്കും. ചിലപ്പോൾ 2-3 ആവാറുണ്ട്. ചില സാങ്കേതിക കരാറുകൾ മൂലം അലക്കാൻ മടിയാണ് ഗൈസ്. ഇപ്പം ഏകദേശം സമയം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷപ്പ് ആവണം. പിന്നെ കറി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഫുഡൊക്കെ അവിടെ പോയിട്ടാണ് കഴിക്കാറ് കേട്ടോ. ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ എന്താ പറയുക, അവിടെ എത്തുമ്പോഴേക്കും പിന്നെ വിശപ്പാവും ഗൈസ്. അങ്ങനെ നമ്മൾ കുളിക്കൊക്കെ ചെയ്ത് ഫ്രഷപ്പൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ മുടിന് എത്ര കളിച്ചാലും നിൽക്കില്ല, അതുമാതിരി വെള്ളമാകത്ത് ഗൈസ്. ഇപ്പം ഏകദേശം സമയം 7 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം പുറത്തൊക്കെ നല്ല ഇരുടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാലുള്ള റൂമിൻ്റെ റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. പിന്നെ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ ഇറങ്ങാൻ പോവാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് വിശന്നപ്പോൾ എടുത്ത് കഴിക്കാനുള്ള സാധനമാണ് ബർഗർ. അപ്പം ഗൈസ് നമ്മളെ സ്റ്റെഫി ഇവിടെ നിന്നൊക്കെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നമ്മളെടുക്കുന്ന പണി. നമ്മൾ നാളത്തെ രാവിലത്തെ പേഷ്യൻ്റെ ഇതെല്ലാം സെറ്റാക്കി വെക്കണം. അതിൻ്റെ പരിപാടി നോക്കുകയാണ്. ഏകദേശം സമയം എത്രയാടി? 3:30. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളെ ഹാൻഡ് ഓവർ കൊടുത്ത് ഇപ്പോൾ ടൈം ഏകദേശം എത്രയായി?
7:50 ഏറെ വരെയാണ് ഡ്യൂട്ടി. നമ്മളൊരു ഇറങ്ങുമ്പോൾ ഒരു ഏകദേശം ഒരു 7:50 8 മണിയൊക്കെ ആവാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം പറയാമോ ഗൈസ്, ഈ ഹോസ്പിറ്റലിൽ പറ. നിങ്ങൾക്കൊരു കാര്യം പറയാമോ ഗൈസ്, ഈ ഹോസ്പിറ്റലിൽ നമ്മളോട് താങ്ക് യു പറയുന്ന ഒരേ ഒരു സാധനം ഇതാണ്. ഗൈസ് അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ ഒരു ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങണം. പിന്നെ ഒന്ന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ